ഞാൻ APR TA സക്കീർ, DCT ഫൗണ്ടർ ആൻഡ് ട്രെയിനർ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നട്ടെല്ലിൻ്റെ ന്യൂറൽ ഫൊറാമിൻ എന്ന് പറയുന്ന ഗ്യാപ്പിലൂടെ കടന്നു പോകുന്ന പെരിഫറൽ നെർവിലൂടെയാണ്. നട്ടെല്ലിനുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും നമ്മുടെ സ്പൈനൽ കോഡിലും അതിലൂടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന പെരിഫറൽ നെർവിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. ഒരുപക്ഷെ അത് നമ്മളുടെ ചലനത്തിനുണ്ടാകുന്ന പ്രശ്നമാകാം, ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാകാം, അതല്ലെങ്കിൽ ആ ഭാഗങ്ങൾ അനിയന്ത്രിതമായി ചലിക്കുന്ന അവസ്ഥയാകാം, ചിലപ്പോൾ വേദനയായിട്ട് അനുഭവപ്പെടാം. ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നട്ടെല്ലിന്റെ ഉണ്ടാകുന്ന ക്ഷതം മൂലം, അതായത് നട്ടെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഞരമ്പ് മർദ്ദത്തിലൂടെ, നെർവ് കംപ്രഷനിലൂടെ നമുക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളുടെ നട്ടെല്ലിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. നട്ടെല്ലിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആക്സിഡന്റുകളോ വീഴ്ചകളോ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നതൊരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ആളുകൾ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ആക്സിഡന്റും അല്ലെങ്കിൽ വീഴ്ചകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നട്ടെല്ലിന്റെ ക്ഷതത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നമ്മളുടെ സ്വാഭാവികമായ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മളുടെ നട്ടെല്ലിനുണ്ടാകുന്ന വളരെ ഗൗരവപ്പെട്ട ക്ഷതങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇരിക്കുന്നതിൻ്റെയും നിൽക്കുന്നതിൻ്റെയും കിടക്കുന്നതിൻ്റെയും ഒക്കെ പോസ്റ്ററുകൾ വ്യത്യസ്തപ്പെടുമ്പോൾ നമ്മളുടെ നട്ടെല്ലിന്റെ സ്വാഭാവികമായ ഷേപ്പിൽ വ്യത്യാസം വരും. നമ്മളുടെ നട്ടെല്ലിന്റെ സ്വാഭാവികമായ ഷേപ്പിൽ വ്യത്യാസം വന്നാൽ നമ്മളുടെ നട്ടെല്ലിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന പെരിഫറൽ നെർവ് എന്ന് പറയുന്ന നെർവുകളിൽ മർദ്ദമുണ്ടാവുകയും ആ മർദ്ദമുണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ആ നെർവുകൾ എവിടേക്കാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ആ ഭാഗങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് നമ്മളുടെ കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ വേര് കിടക്കുന്നത് നട്ടെല്ലിലായി. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, നട്ടെല്ലിന്റെ ആ കണക്റ്റിംഗ് ഏരിയയിൽ നമുക്ക് സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ടാകില്ല.